നമസ്കാരം. ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന തീരദേശ പ്രദേശത്താണ്. ഇന്ന് എന്നോടൊപ്പം നിൽക്കുന്ന ഈശ്വരീയ ജന്മം ഏറെ സുപരിചിതനാണ് എല്ലാവർക്കും. എന്നിരുന്നാലും ഒന്ന് പരിചയപ്പെടുത്തേണ്ട കടമയുള്ളതുകൊണ്ട് മാത്രം ഏറെ ബഹുമാന്യ ചെറിയാൻ കൽപ്പകവാടി സാർ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ മലയാള ചലച്ചിത്ര രംഗത്ത് ഏറ്റവും മികച്ച 15ഓളം സിനിമകൾ നമുക്ക് സമ്മാനിച്ചയാളാണ്. ആ സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ആളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് സൂചിപ്പിക്കാം ലാൽ സലാം, രക്തസാക്ഷികൾ സിന്ദാബാദ്, പക്ഷേ, നിർണയം, ഉള്ളടക്കമടക്കം ഏതാണ്ട് 15ലധികം സിനിമകളുടെ തിരക്കഥാകൃത്താണ് സാറിനെ പ്രത്യേകിച്ച് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാകും. ഇപ്പം നമ്മൾ ആദരണീയ സുഗതകുമാരി ടീച്ചറിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി സുഗത സൂക്ഷ്മവനം പദ്ധതി ഇന്ന് സാറിന്റെ വസതിയിലാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ വൃക്ഷത്തെ കൈമാറിയത്. അതിന്റെ ബ്രോഷർ സാറിന് കൈമാറി. ലതമാടം സാറിന്റെ സഹധർമ്മിണിയാണ്. അവർ രണ്ടുപേരോട് ചേർന്നുകൊണ്ട് ഇപ്പോൾ സുഗതകുമാരി ടീച്ചറിന്റെ നാമത്തിലെ ഈ സുഗത സൂക്ഷ്മവന പദ്ധതിയുടെ ഈ ഒരു വൃക്ഷത്തെ, അതായത് ഔഷധ വൃക്ഷമാണ് ഗ്രാമ്പുവാണ് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ ചട്ടിയിലേക്ക്. ഈ ചട്ടിയിൽ വെക്കുന്നതിന്റെ കാരണം ഇത് ചട്ടിയിൽ വെച്ച് കുറച്ച് ബലം ആക്കിയതിന് ശേഷം മാറ്റി സാറിന് ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് പറമ്പുകൾ ഇങ്ങനെ കിടക്കുകയാണ് കണ്ണെത്തും ദൂരത്ത്. അപ്പം അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വെക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ടീച്ചറുടെ നാമത്തിൽ ഇന്നു മുതൽ ഈ ഒരു വൃക്ഷത്തെ ഇവിടെ സ്ഥിതി ചെയ്യും. അതിൻ്റെ ടീച്ചറിൻ്റെ മധുരതരമായ ഓർമ്മകൾ സാറിപ്പം വന്നപ്പം ടീച്ചറിനെ കുറിച്ച് ടീച്ചറുമായി വേദി പങ്കിട്ട കാര്യങ്ങളും ടീച്ചറോട്ട് ഏറെ ബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം കുറച്ച് നിമിഷങ്ങളോട് ഞങ്ങളോട് പറഞ്ഞ് പരിചയപ്പെടും. എന്തായിരുന്നാലും ശരി, ഈ ഒരു മഹനീയമായ കർമ്മത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ടുപേരുടെ സുഗതകുമാരി ടീച്ചറിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഈ സുഗത സൂക്ഷ്മവനം എന്ന ഈ പരിപാടി അത് ശ്ലാഘനീയമാണ്. കാരണം അതിനപ്പുറത്ത് സുഗതകുമാരി ടീച്ചറിനെ ഓർമ്മിക്കാൻ ഇതിനപ്പുറത്ത് വേറൊരു കാര്യം ചെയ്യാനില്ല. കാരണം കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ വനം നശീകരണം നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ വീടുകളിൽ തന്നെ ചെടികളില്ല, അല്ലെങ്കിൽ ഈ വനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് സുഗതകുമാരി ടീച്ചറിന് വേണ്ടി ചെയ്യാവുന്ന, അവരുടെ ഓർമ്മ നിലനിർത്താൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത് എല്ലാ ഭാഗവും.